വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ തുടർച്ചയായ 4ാം ദിവസവും ആക്രമണം നടത്തി ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ 5 പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാണ്. ഇന്നലെ ഹമാസ് കൈമാറിയ 3 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റിയതായി റെഡ് ക്രോസ് അറിയിച്ചു. ഇത് കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹമല്ല എന്ന് ഇസ്രായേൽ. 30 ഫലസ്തീനികളുടെ മൃതദേഹം ഇസ്രായേലും കൈമാറിയിരുന്നു. ഈ മൃതദേഹങ്ങളിൽ കൊടും മർദ്ദനങ്ങളേറ്റ അടയാളങ്ങളുണ്ടെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകാനായി ദുബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. നാസർ, ഈ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിലും പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾ അതുപോലെ തന്നെ തുടരുകയാണ്. 4ാം ദിനവും കടുത്ത ആക്രമണമാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അമേരിക്കയുടെ നിലപാട് എന്താണ് വിഷയത്തിൽ? അവിടുത്തെ ഒരുപക്ഷെ വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണത്തിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ ലംഘനം തുടർച്ചയായി തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക സുസ്ഥിരമായിട്ടുള്ള ഒരു വെടിനിർത്തലാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. സംബന്ധിച്ചിടത്തോളം കൂടുതൽ വ്യാപ്തിയുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് പിന്നിട്ട 4 ദിവസങ്ങളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഖാൻ യൂനിസിന് നേരെയാണ് ഇന്ന് ആക്രമണം കൂടുതൽ ശക്തമായിട്ട് നടക്കുന്നത്. അല്പം മുമ്പും വ്യാപകമായ തോതിലുള്ള ഷെല്ലാക്രമണം നടന്നു. അതോടൊപ്പം തന്നെ വ്യോമാക്രമണവും തുടരുന്നുണ്ട്. നിരവധി പേർ പുതുതായി കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത്. പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ 5 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ നടക്കുന്നൊരു ഘട്ടത്തിലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് ഈ വെടിനിർത്തൽ ലംഘനത്തിന്റെ പേരിൽ ഇസ്രായേലിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ സുസ്ഥിരമായിട്ടുള്ള വെടിനിർത്തൽ ഉണ്ടാകുന്നില്ല. അതാണ് കൂടുതൽ ആശങ്ക രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ നിവസിക്കുന്ന അവർ കൃത്യമായി തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ കൂടുതൽ മാരകമായിട്ടുള്ള നശീകരണ സ്വഭാവത്തിലുള്ള ആക്രമണത്തിലേക്ക് ഇനിയും ഇസ്രായേൽ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ വ്യവസ്ഥകൾ പ്രകാരമൊക്കെയും ഏതാണ്ട് ഇപ്പോൾ 11 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടിയാണ് ഇനിയിപ്പോൾ കൈമാറാനുള്ളത്. അത് കണ്ടെത്താനുള്ള തിരക്കിട്ട നടപടികൾ ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും സഹായത്തോടു കൂടി ഹമാസ് നടത്തുന്നുണ്ട്. ഇന്നലെ 3 മൃതദേഹങ്ങൾ കൈമാറിയിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് ആ മൃതദേഹങ്ങൾ നേരത്തെ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ കൊല്ലപ്പെട്ട ബന്ദികളുടേതല്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രഖ്യാപനം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. 30 മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതിൽ പലതും വളരെ ഗുരുതരമായിട്ടുള്ള പീഡനം ഏറ്റതിന്റെ കൃത്യമായിട്ടുള്ള പാടുകൾ ആ മൃതദേഹത്തിൽ ഉള്ളതായിട്ട് ഔദ്യോഗികമായി തന്നെ ഗസയിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ കൈമാറിയ 150-ലധികം മൃതദേഹങ്ങളിലും വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടതിന്റെ തെളിവുകൾ ആ മൃതദേഹത്തിൽ അവശേഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേൽ ഇപ്പോൾ കൈമാറുന്ന മൃതദേഹങ്ങളിലൊക്കെയും അതേ തുടർച്ചകൾ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നതെന്നാണ് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലെ കെടുതി അനുഭവിക്കുന്ന ഈ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സഹായ വസ്തുക്കൾ ലഭ്യമാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഒന്നും തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഇപ്പോൾ കരാറിൽ പറഞ്ഞ ആ സഹായം കൈമാറുന്നതിൽ വെറും 24% സഹായം മാത്രമാണ് ഗസയിലേക്ക് എത്തിയതെന്നാണ് ഔദ്യോഗികമായി തന്നെ ഗസയിലെ ആരോഗ്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ സർക്കാർ മാധ്യമ വിഭാഗവും അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. MC നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വാഹന വ്യാപാര മേഖലയിൽ നിക്ഷേപം ആകർഷിക്കാൻ ലൈസൻസ് വ്യവസ്ഥയിൽ ഇളവുമായി സൗദി അറേബ്യ. വാഹന ഡീലർഷിപ്പുകൾക്കുള്ള ലൈസൻസ് വ്യവസ്ഥയിൽ 2 ലക്ഷം റിയാലിന്റെ ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കി. വാഹനങ്ങൾ വിൽക്കുന്ന ഏജൻസികൾ, ഷോറൂമുകൾ, ലേലകേന്ദ്രങ്ങൾ എന്നിവ തുടങ്ങുന്നതിന് ബാങ്ക് ഗ്യാരണ്ടി നിർബന്ധമായിരുന്നു. നിലവിൽ ഈ വ്യവസ്ഥയാണ് എക്സിക്യൂട്ടീവ് റെഗുലേഷൻസിൽ നിന്ന് ഒഴിവാക്കിയത്. നേരത്തെ ഷോറൂമുകൾക്കുള്ള ലൈസൻസ് 3 വർഷത്തിലൊരിക്കൽ പുതുക്കൽ എന്നിവയ്ക്ക് 2 ലക്ഷം റിയാലിന്റെ ബാങ്ക് ഗ്യാരണ്ടി നിർബന്ധമായിരുന്നു. ഇതാണ് പുതുക്കിയ വ്യവസ്ഥയിൽ ഒഴിവാക്കിയത്. നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുക, മേഖലയുടെ വികസനം ഉറപ്പാക്കുക, വാഹന വിൽപ്പന രംഗത്ത് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് സുപ്രധാന നിയമ ഭേദഗതി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.
സൗദിയിൽ അത്യാധുനിക കാർ നിർമ്മാണ പ്ലാന്റ് വരുന്നു. ഇതിനായി ജിസാൻ ചേംബർ ഓഫ് കോമേഴ്സ് ചൈനീസ് കമ്പനിയായ സിൻചെങ് ജിയാവോ ടെക്നോളജിയുമായി സഹകരണ കരാറിൽ ഒപ്പുവച്ചു. സൗദിയുടെ ആധുനിക വാഹന നിർമ്മാണ രംഗത്ത് വലിയ വഴിത്തിരിവാകാൻ പോകുന്നതാണ് നിക്ഷേപ കരാർ. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഏകദേശം 10 ബില്യൺ യൂറോയുടെ നിക്ഷേപമാണ് ഈ പദ്ധതിക്കായി ലക്ഷ്യമിടുന്നത്. സൗദി വിഷൻ 2030ന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ വ്യവസായങ്ങളുടെ തദ്ദേശീയവൽക്കരണത്തിന് ഈ കരാർ കരുത്താകും. സൗദിയും ചൈനയും തമ്മിലുള്ള വ്യാവസായിക സഹകരണം ശക്തമാക്കാനും ഈ സംരംഭം സഹായിക്കും. 2040ഓടെ രാജ്യത്തേക്കുള്ള ഭക്ഷ്യ ഇറക്കുമതി പകുതിയായി കുറക്കാൻ ലക്ഷ്യമിടുകയാണ് ഒമാൻ. സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ദേശീയ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക നഗരങ്ങൾ സ്ഥാപിക്കാനുമാണ് പദ്ധതിയിടുന്നത്. നിലവിൽ ദോഫാറിലെ നജദ് ഒമാന്റെ ഭക്ഷ്യസുരക്ഷയിൽ ഒരു പ്രധാന സംഭാവന നൽകുന്ന മേഖലയായി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒമാനി കാർഷിക ദിനത്തിലാണ് അഗ്രികൾച്ചർ സിറ്റി പദ്ധതിയെക്കുറിച്ച് ഭവന നഗരാസൂത്രണ മന്ത്രാലയം വെളിപ്പെടുത്തിയത്. കൃഷി, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. 2040 ആകുമ്പോഴേക്കും ഭക്ഷ്യ ഇറക്കുമതി പകുതിയായി കുറയ്ക്കാനാണ് ഒമാൻ ലക്ഷ്യമിടുന്നത്. സ്വയം പര്യാപ്തത കൈവരിക്കുകയും ദേശീയ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. 3 കാർഷിക നഗരങ്ങൾ നിലവിൽ പദ്ധതിയിലുണ്ടെന്ന് ജലവിഭവ മന്ത്രാലയത്തിലെ കാർഷിക മത്സ്യബന്ധന മാർക്കറ്റിംഗ് ഡയറക്ടർ ജനറൽ ഡോക്ടർ മസൂദ് ബിൻ സുലൈമാൻ അൽ അസ്രി പറഞ്ഞു. മൊത്തം നിക്ഷേപം 3 മേഖലകളിലുമായി 1.7 ബില്യൺ റിയാലാണ്. അഗ്രികൾച്ചർ സിറ്റി പദ്ധതിക്കായി സഹാമിൽ 35 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും അസ്രി കൂട്ടിച്ചേർത്തു. മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ നഗരങ്ങൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ദോഫാറിലെ നജിദ് മേഖല ഒമാന്റെ ഭക്ഷ്യസുരക്ഷയിൽ ഒരു പ്രധാന സംഭാവന നൽകുന്ന മേഖലയായി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023-24 സീസണിൽ 66 മില്യൺ റിയാലിൻ്റെ വരുമാനമാണ് ഇവിടെ നിന്നുണ്ടായത്. കാർഷിക സാങ്കേതിക വിദ്യകളിൽ ആഗോളതലത്തിൽ മികച്ച 20 രാജ്യങ്ങളിൽ ഒമാനെ ഉൾപ്പെടുത്തുക, കാർഷിക മത്സരശേഷിയിൽ മികച്ച 10 രാജ്യങ്ങളിൽ ഇടം നേടുക എന്നിവയാണ് പദ്ധതിയുടെ ദീർഘകാല അഭിലാഷങ്ങൾ. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ വിവിധയിടങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മക്ക, അസീർ, അൽബാഹ തുടങ്ങിയ പ്രദേശങ്ങളിൽ മഴയെത്തും. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കിഴക്കൻ പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിൽ രാത്രിയിലും അതിരാവിലെയും മഞ്ഞ് രൂപപ്പെടുന്നത് തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പുതുമകളോടെയും സാങ്കേതിക സൌകര്യങ്ങളോടെയും ഇന്ത്യൻ പാസ്പോർട്ട് ഇനി ബഹ്റൈനിലും ലഭ്യമാകും. നിലവിലുള്ള പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞവർക്കും പുതിയ പാസ്പോർട്ട് എടുക്കുന്നവർക്കും ഇനി മുതൽ ഈ പാസ്പോർട്ടാണ് ലഭിക്കുക. പാസ്പോർട്ടിന്റെ മുൻ പേജിൽ ഘടിപ്പിച്ചിട്ടുള്ള ചിപ്പ് അടക്കം സവിശേഷതകൾ ഏറെയാണ്. ഡിജിറ്റൽ പാസ്പോർട്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയാം. വർഷ വിജയൻ ചേരുന്നുണ്ട്. വർഷ, എന്തൊക്കെയാണ് ഈ പാസ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണുള്ളത്? തീർച്ചയായും അമൃത, നേരത്തെയൊക്കെ ഈ ഇന്ത്യയിലും ചില സ്ഥലങ്ങളിലും മാത്രം ലഭ്യമായിരുന്ന ഈ പാസ്പോർട്ട് സംവിധാനം അത് ഇപ്പോൾ ബഹ്റൈനിലും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പാസ്പോർട്ട് സംവിധാനം നമ്മൾ അതിനായി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മാത്രമല്ല നമ്മൾ ഈ ഡാറ്റകൾ അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി ഈ പാസ്പോർട്ട് സംവിധാനത്തിന് അപേക്ഷിക്കുന്നവരും മാത്രമല്ല പാസ്പോർട്ട് സംവിധാനം പുതുക്കാൻ തയ്യാറാകുന്നവരുമൊക്കെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബഹ്റൈനിലെ ഇന്ത്യൻ ഈ പാസ്പോർട്ട്, അതായത് ഈ പാസ്പോർട്ട് അഥവാ ഡിജിറ്റൽ പാസ്പോർട്ടാണ്. ഇതൊരു ഡിജിറ്റൽ പാസ്പോർട്ടാണ്. അപ്പോൾ ഈ പാസ്പോർട്ട് സേവാ പ്രോഗ്രാമിന്റെ 2ാം ഭാഗമാണിത്. 2.0യുടെ ഭാഗമാണ്. മറ്റൊന്ന്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്നുള്ളതൊക്കെയാണ്. ബഹ്റൈനിലെ ഇന്ത്യൻ ഈ പാസ്പോർട്ട് മെച്ചപ്പെട്ട സുരക്ഷ ഒരുക്കുന്നുണ്ട്. കാരണം പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നവർക്ക് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഏറ്റവും മെച്ചപ്പെട്ട സുരക്ഷ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല വളരെ വേഗം ഈ ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയുണ്ട്. സാങ്കേതികപരമായി മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. ഇനി ഇന്ത്യൻ എംബസി മുഖേന ഇത് ലഭ്യമാകും. അപ്പോൾ ഇന്ത്യൻ എംബസി മുഖേന എങ്ങനെ ലഭ്യമാകും, നമ്മൾ ഈ പാസ്പോർട്ട് സംവിധാനത്തിന് അപേക്ഷിക്കേണ്ടത് എങ്ങനെ എന്നുള്ള ചില നടപടിക്രമങ്ങളൊക്കെയുണ്ട്. അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഈ പാസ്പോർട്ടിൽ എന്തൊക്കെ എന്നുള്ളതാണ്. സ്വാഭാവികമായും ആദ്യമായി അപേക്ഷിക്കുന്നവർക്കൊരു സംശയം ഉണ്ടാകും, എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തുക, എന്തൊക്കെയാണ് ഉൾപ്പെടാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത്, ആദ്യം നമ്മളൊരു ഈ പാസ്പോർട്ട് നമ്മൾ കാണുമ്പോൾ മുൻ കവറിൽ ഒരു ഇലക്ട്രോണിക് ചിപ്പ് ഉണ്ടാകും. പിന്നീട് ഈ പാസ്പോർട്ട്, ആരാണോ ഈ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കുന്നത് ആ പാസ്പോർട്ട് ഉടമയുടെ വിരലടയാളം അതിലുണ്ടായിരിക്കും. ആ വിരലടയാളത്തിന് പുറമെ നമ്മുടെ ബയോമെട്രിക് ആയിട്ടുള്ള ചില വിവരങ്ങൾ, നമ്മുടെ പേഴ്സണലി ഉള്ള ഡാറ്റസ്, ഇതൊക്കെ ഉൾപ്പെടും. അതിൽ മുഖചിത്രം കാണും.
പിന്നെ ബയോമെട്രിക് ആയിട്ടുള്ള വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില ഐഡന്റിഫിക്കേഷൻ, നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, നമ്മുടെ ഏജ്, അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമ്മൾ അതിൽ കാണും. ഇനി എന്താണ് ഇതിന്റെ പ്രയോജനം എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു സാങ്കേതിക വിദ്യയിലൂടെ ഏറ്റവും വളരെ വേഗം ഈ ഉപഭോക്താവിന്റെ കയ്യിൽ കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മൾ ഈ പാസ്പോർട്ട് സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇത് ഇമിഗ്രേഷൻ ഗേറ്റ് വഴിയാണ്. അതിൽ മറ്റു തരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള ഈ തടസ്സങ്ങളോ മറ്റു നൂലാമാലകളോ ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ സംവിധാനം, അതായത് ഈ പാസ്പോർട്ട് സംവിധാനം അതിവേഗത്തിൽ നമുക്ക് ലഭിക്കും. അതിന് നടപടികൾ വേഗത്തിലാകും. ആ നടപടിക്രമങ്ങളിൽ പോലും വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യമായി അപേക്ഷിക്കുന്നവർ കാണും, മാത്രമല്ല പാസ്പോർട്ട് സംവിധാനം പുതുക്കാൻ തയ്യാറായ ആളുകൾ കാണും. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാവർക്കും ഈ ഒരുപോലെ ഒരു സാങ്കേതിക സംവിധാനം ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. അപ്പോൾ മാത്രമല്ല വൃദ്ധരായ ആൾക്കാർക്കൊക്കെ ഇത് ആദ്യമായി അപേക്ഷിക്കുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഓൺലൈൻ അപേക്ഷയും അക്കൗണ്ട് സൃഷ്ടിക്കലുമാണ് ഇതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കുക. സ്വാഭാവികമായും നമ്മൾ എല്ലാ രീതിയിലും ഈ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക വിദ്യകളിലൊക്കെ കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ രജിസ്ട്രേഷനിലൊക്കെ കടക്കുമ്പോൾ അതിൽ ആദ്യ പടിയായിരിക്കും ഈ ഓൺലൈൻ അപേക്ഷയും അതിൽ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കുക എന്നുള്ളത്. ഇനി ആദ്യമേ അങ്ങനെ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കൽ എന്നുള്ള ആദ്യ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ mportal.passportindia.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. ഈ വെബ്സൈറ്റ് ആയിരിക്കും നമ്മൾ ആദ്യം കാണുക. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറുക. ഇനി ആദ്യമായി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കാൻ കൂടിയാണ്. ഈ ആദ്യമായി ഉപയോഗിക്കുന്നവർ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ പുതിയത് ആദ്യമായി എടുക്കുന്നവർക്കാണ് ഈ പാസ്പോർട്ട് സംവിധാനം പുതുക്കാൻ ഉള്ളവർക്ക് ഈ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത് ആദ്യമായി ഉപയോഗിക്കുന്നവർ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. ഇനി രജിസ്ട്രേഷന് ശേഷം അത് ലോഗിൻ ചെയ്യുന്നതോടെ ഒരു അക്കൗണ്ട് ലഭിക്കുന്നു. ലോഗിൻ ചെയ്ത ശേഷം ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് മൂന്നാമത്തെ ഒരു ഘട്ടമാണ്. ഇനി ആവശ്യമുള്ള സേവനങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് നമുക്ക് ഈ സേവനം പുതുക്കാനാണോ, ഈ പാസ്പോർട്ട് സംവിധാനം പുതിയ പാസ്പോർട്ടിനാണോ, അല്ലെങ്കിൽ നിലവിലുള്ള ഈ പാസ്പോർട്ട് പുതുക്കാനാണോ എന്നുള്ളതൊക്കെ പല ഓപ്ഷനുകളാണ്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സേവനം എന്താണ് എന്നുള്ളത് അതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇനി എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ച് നൽകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത്. ആ നമ്മൾ കൊടുക്കുന്ന വ്യക്തിപരമായ വിവരങ്ങൾ അത് കൃത്യമായിരിക്കണം. യാതൊരു തരത്തിലുള്ള പിഴവുകളോ അല്ലെങ്കിൽ നമ്മൾ ഈ അതിൽ ഏറ്റവും പ്രധാനമായും ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ പേഴ്സണലി ഉള്ള നമ്മുടെ ഫോൺ നമ്പറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ആധാർ നമ്പറുകൾ, അങ്ങനെയുള്ള നമ്പറുകളിലോ മറ്റ് ഡാറ്റാസിലോ ഒന്നും യാതൊരു തരത്തിലുള്ള തെറ്റുകളും ഉണ്ടാകാൻ പാടില്ല. അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഫോട്ടോയും രേഖകളും അപ്ലോഡ് ചെയ്യുക. ഇനി നൽകുന്ന വിവരങ്ങളെല്ലാം സത്യസന്ധമായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡാറ്റകൾ വളരെ കൃത്യമായിരിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും പാടില്ല. അതിൽ ഒന്നും കൂടി റീചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇനി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഡാറ്റകൾ അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിൽ ആദ്യമായി പറയുന്നത് പോലീസ് അല്ലെങ്കിൽ കോടതി കേസുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. കാരണം ഒരു ഈ പാസ്പോർട്ട് സംവിധാനമാണ്. അപ്പോൾ അതിൽ ഈ സത്യസന്ധമായ വിവരങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് അല്ലെങ്കിൽ കോടതി കേസുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അതിൽ വെളിപ്പെടുത്തണം എന്നുള്ളത് കൂടിയുണ്ട്. ഇനി ഈ പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നവർ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഫോട്ടോ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ വേണം എടുക്കാൻ. മറ്റ് കളറുകളൊന്നും പാടില്ല. വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോയായിരിക്കണം ഈ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഫോട്ടോയിൽ മുഖം വ്യക്തമാകണം, കണ്ണട പാടില്ല. അപ്പോൾ ഈ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടിയും നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കണ്ണട പാടില്ല. നമ്മുടെ മുഖം അത് വ്യക്തമായിരിക്കണം. ഇനി കടും നിറമുള്ള വസ്ത്രം ധരിക്കണം. വേണ്ടി വന്നാൽ അതിൽ ഡിജിറ്റൽ ഒപ്പുകൾ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യണം.
ഇനി എല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഡാറ്റകളെല്ലാം കൃത്യമാണോ, ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടി പരിശോധിക്കുക. അത് പരിശോധിച്ചതിന് ശേഷം എല്ലാം അപ്ലോഡ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അധികൃതർ ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. അത് പുതുതായി ഈ പാസ്പോർട്ട് സംവിധാനം എടുക്കുന്നവർക്കും നിലവിലുള്ള പാസ്പോർട്ട് സംവിധാനം പുതുക്കുന്നവർക്കും കൂടിയൊക്കെ ഉള്ളതാണ് ആ നിർദ്ദേശങ്ങൾ. അതിൽ ഈ ഫൈനൽ അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല അപ്പോയിന്റ്മെന്റ് സമയത്ത് ഇത് കൊണ്ടുവരണം. ഈ ഫൈനലായി നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ ആ അപേക്ഷയിൽ അതിന്റെ പ്രിന്റ് നമ്മൾ അത് കയ്യിൽ തന്നെ സൂക്ഷിക്കണം. മാത്രമല്ല ഇതിന്റെ അപ്പോയിന്റ്മെന്റ് സമയത്ത് നമ്മൾ ആ പ്രിന്റ് കൊണ്ടുപോവുകയും അത് റീചെക്ക് ചെയ്യാൻ അധികൃതരോട് നിർദ്ദേശം നൽകുകയും വേണം. ഇനി അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് അപേക്ഷയും നമ്മൾ സമർപ്പിക്കണം. രേഖകളെല്ലാം ശരിയാണെങ്കിൽ ചിപ്പുള്ള ഈ പാസ്പോർട്ട് എംബസി അത് നമ്മൾ പ്രോഗ്രസ് ചെയ്യുക. യെസ്, പാസ്പോർട്ട് തയ്യാറായി കഴിഞ്ഞാൽ റെഡി ഫോർ കളക്ഷൻ എന്നൊരു മെസ്സേജ് ലഭിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും ഫൈനൽ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം, നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ അത് കൃത്യമായിരിക്കുക. മാത്രമല്ല അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ മുഖം വ്യക്തമായിരിക്കണം, കണ്ണട പാടില്ല എന്നത് കൂടിയുണ്ട്. അപ്പോൾ മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണ്ട വിധത്തിലുള്ള തിരുത്തലുകൾ നടത്തി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ റെഡി ഫോർ കളക്ഷൻ എന്നൊരു മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കും. ശരി, വർഷാ വിജയനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. മീഡിയ വൺ റിയാദിൽ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് സീസണിലെ ആദ്യഘട്ട മത്സരങ്ങൾ പൂർത്തിയായി. 4 മത്സരങ്ങളാണ് പൂർത്തിയായത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് നിർവഹിച്ചു. സെമി ഫൈനൽ മത്സരങ്ങൾ ഈ മാസം 6, 7 തീയതികളിൽ നടക്കും. സിറ്റി ഫ്ലവർ ടൈറ്റിൽ സ്പോൺസറായ മീഡിയ വൺ സൂപ്പർ കപ്പിന്റെ കിക്ക് ഓഫ് മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദാണ് നിർവഹിച്ചത്. 8 ടീമുകളും 7 മത്സരങ്ങളും 100-ലധികം ഫുട്ബോൾ താരങ്ങളും ടൂർണമെന്റിൽ അണിനിരക്കും. സൂപ്പർ കപ്പിന്റെ റിയാദിലെ 3ാമത്തെ എഡിഷൻ കൂടിയാണിത്. ഉദ്ഘാടന മത്സരത്തിൽ മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് GM സൊവാബ് അലി, ടൂർണമെന്റ് സ്പോൺസർമാരിലെ ജൗഹർ മാളിയേക്കൽ, റിഫ പ്രസിഡന്റ് ബഷീർ ചേലമ്പ്ര എന്നിവർ കളിക്കാരെ പരിചയപ്പെട്ടു. റിഫ ഭാരവാഹികളായ സൈഫു കരുളായി, ഷക്കീൽ തിരൂർക്കാട്, അഷ്റഫ് കൊടിഞ്ഞി, മീഡിയ വൺ പ്രതിനിധി ഷഫ്നാസ് അനസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ വൺ അവതരിപ്പിക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ 2025 സീസൺ 4ലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ സ്പോൺസർ ചെയ്യാൻ പറ്റിയതിൽ അറേബ്യൻ ആക്സസിന് അതിയായ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. ഓക്കെ, അതോടൊപ്പം തന്നെ എൻ്റെ ടീം ഇതിൽ ജയിച്ചതിൽ അറേബ്യൻ ആക്സസിന് വളരെയധികം സന്തോഷം. അൽഹംദുലില്ലാഹ്. നല്ല രീതിയിൽ കളിച്ചും ചെയ്തു. 4 ഗോളിനാണ് അവർ ജയിച്ചിരിക്കുന്നത്. പ്രവാസി സ്പോർട്ടിംഗ് എഫ്സിയും ലാൻഡേൺ എഫ്സിയും തമ്മിലായിരുന്നു ആദ്യ മത്സരം. 1-നെതിരെ 3 ഗോളുകൾക്ക് ലാൻഡേൺ വിജയിയായി. യൂത്ത് ഇന്ത്യ എഫ്സിയും സുലൈ എഫ്സിയും കൊമ്പുകോർത്ത 2ാം മത്സരത്തിൽ 38ാം മിനിറ്റിൽ നിയാസ് നേടിയ ഏകപക്ഷീയമായ 1 ഗോളിന് യൂത്ത് ഇന്ത്യ സെമി ബർത്ത് ഉറപ്പാക്കി. ബ്ലാസ്റ്റേഴ്സ് പാലക്കാടിന്റെ വല 4 തവണ ചലിപ്പിച്ചായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ വിജയം. അവസാന മത്സരത്തിൽ റിയൽ കേരളയും റോയൽ ഫോക്കസ് ലൈനും മുഴുവൻ സമയവും പോരാടിയെങ്കിലും ലക്ഷ്യം കാണാനായില്ല. പെനൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയിയായത് റോയൽ ഫോക്കസ് ആയിരുന്നു. നാട്ടിൽ നിന്നും സൗദിയിലെ മറ്റു നഗരങ്ങളിൽ നിന്നും 11 ഫോർമാറ്റിലെ ആവേശ മത്സരത്തിൽ ഭാഗമാകാൻ താരങ്ങളെത്തിയിരുന്നു. അതിഥി കളിക്കാരെ അണിനിരത്തി പോർമുഖം ശക്തിപ്പെടുത്തി കപ്പടിക്കാനുള്ള ശ്രമത്തിലാണ് ടീം മാനേജ്മെന്റുകൾ. സെമി ഫൈനൽ മത്സരങ്ങൾ 6, 7 തീയതികളിലായിരിക്കും നടക്കുക. മീഡിയ വൺ റിയാദ്. ജിദ്ദയിൽ ക്രിക്കറ്റ് കളിക്കിടെ കുഴഞ്ഞു വീണ മലയാളി യുവാവ് മരിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശി റോയ് തോമസ് മാത്യു ആണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ജിദ്ദ നവോദയയുടെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കുകയാണ്. സൗദിയിലെ അൽഖോബാറിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി അക്ബറാണ് മരിച്ചത്. മൃതദേഹം ഖത്തീബ് സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. MCC വെൽഫെയർ വിഭാഗം പ്രതിനിധി ഇക്ബാൽ ആനമങ്ങാടിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. 3ാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ബഹ്റൈനിൽ സമാപനമായി. 63 സ്വർണവുമായി ചൈനയാണ് മെഡൽ പട്ടികയിൽ 1ാമതെത്തിയത്. 13 സ്വർണവുമായി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു.
9 ദിവസം നീണ്ടുനിന്ന കൗമാര താരങ്ങളുടെ ഏഷ്യൻ ഗെയിംസിന് ഇന്നലെ ബഹ്റൈനിലെ ഖലീഫ സ്പോർട്സ് സിറ്റിയിലാണ് തിരശ്ശീല വീണത്. 23 വേദികളിലായി 45 രാജ്യങ്ങളിൽ നിന്ന് 8,000-ലധികം അത്ലറ്റുകളാണ് മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ഭാഗമായി മാറ്റുരച്ചത്. എല്ലാ തവണത്തെയും പോലെ തന്നെ ഗെയിംസിൽ ചൈനയുടെ ആധിപത്യമാണ് കാണാൻ സാധിച്ചത്. 63 സ്വർണവും 49 വെള്ളിയും 35 വെങ്കലവുമായി 147 മെഡലുകളോടെ ചൈന ഇത്തവണയും ഒന്നാമതെത്തി. 37 സ്വർണവുമായി ഉസ്ബെക്കിസ്ഥാനും 24 സ്വർണവുമായി കസക്കിസ്ഥാനുമാണ് മൂന്നാമത്. ഇന്ത്യക്കും ചരിത്ര നേട്ടം ാണ് ഗെയിംസ് ഇത്തവണ കൊടിയിറങ്ങുന്നത്. 13 സ്വർണവും 18 വെള്ളിയും 17 വെങ്കലവുമായി 48 മെഡലുകളോടെ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ എക്കാലത്തെയും മികച്ച മെഡൽ വേട്ട കൂടിയാണ് യൂത്ത് ഗെയിംസിൽ നടത്തിയത്. കബഡിയിലെ ഇരട്ട സ്വർണ്ണ നേട്ടത്തോടെ തുടങ്ങിയ ഇന്ത്യ ബോക്സിംഗിൽ 4 സ്വർണവും റെസ്ലിംഗിലും ബീച്ച് റെസ്ലിംഗിലും 3 വീതം സ്വർണവും വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 1 സ്വർണവും നേടി. സമാപന ചടങ്ങിനിടെ ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ 4ാം പതിപ്പിന്റെ വേദിയും പ്രഖ്യാപിച്ചു. 2029 നടക്കാനിരിക്കുന്ന 4ാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് ആതിഥേയത്വം വഹിക്കും. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ. കുവൈത്തിൽ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. യുവജനകാര്യമന്ത്രി അബ്ദുറഹ്മാൻ അൽ മുഥൈരിയാണ് മത്സരം ഉദ്ഘാടനം ചെയ്തത്. 17 രാജ്യങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് അന്താരാഷ്ട്ര ഷൂട്ടർമാർ പങ്കെടുക്കുന്ന മത്സരം ഷെയ്ഖ് സബ അൽ അഹമ്മദ് ഒളിമ്പിക് ഷൂട്ടിംഗ് കോംപ്ലക്സിൽ നവംബർ 8 വരെ തുടരും. ഫിഫ അണ്ടർ 17 ലോകകപ്പിലെ ഫുട്ബോൾ പിച്ചുകൾക്ക് ഖത്തറി ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേര് നൽകി ഖത്തർ. ആസ്പെറ്റ് സോണിലെ സ്റ്റേഡിയങ്ങളാണ് പഴയകാല സൂപ്പർ താരങ്ങളുടെ പേരിൽ നാമകരണം ചെയ്തത്. മുഹമ്മദ് ഗാനിം, ഇബ്രാഹിം ഖൽഫാൻ, ബദർ ബിലാൽ തുടങ്ങി 9 പഴയ കളിക്കാരുടെ പേരുകളാണ് നൽകിയത്. നവംബർ 3-നാണ് കൌമാര ലോകകപ്പിന് തുടക്കമാകുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ. ഡേറ്റകൾ സർക്കാരിന്റെ അവകാശവാദങ്ങൾക്കെതിരാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ അനുകൂലിക്കുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്നും തങ്ങൾ പറഞ്ഞു. ഇപ്പോഴും അതൊരു പോളിഷ് എന്ന നിലക്കാണ് കാണുന്നത്. കാരണം ഇപ്പോഴും ദാരിദ്ര്യമുക്തമല്ല എന്നുള്ളത് ഡാറ്റകൾ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളം ദാരിദ്ര്യമല്ല എന്ന് ഗവൺമെൻറ് അതൊരു മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അപ്പോൾ ഇത് ഒരു വാസ്തവമല്ല. ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെയാണ് കേരളം എന്നുള്ളത് കണക്കുകൾ കാണിക്കുന്നത് കൊണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു കപടതയാണെന്നുള്ളതാണ്. പ്രവാസി പൌരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കാനുള്ള ഉപകരണമായി SIR മാറുമോ എന്ന ആശങ്ക പ്രവാസികൾക്കിടയിൽ ശക്തമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പ്രവാസി വ്യവസായിയുമായ കെ സൈനുൽ ആബിദീൻ. SIR പരിശോധനയുടെ ഭാഗമായി BLOമാർ വീടുകൾ സന്ദർശിക്കുമ്പോഴോ നോട്ടീസ് അയക്കുമ്പോഴോ പ്രവാസികളോ ബന്ധുക്കളോ ഉണ്ടാകണമെന്നില്ല. ഇതുപോലുള്ള കാരണങ്ങൾ മൂലം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികളെന്നും ഇത് പരിഹരിക്കാൻ നടപടിയുണ്ടാകണമെന്നും കെ സൈനുൽ ആബിദീൻ ആവശ്യപ്പെട്ടു. തീവ്ര വോട്ടർ പട്ടിക പരിശോധന പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കണമെന്ന് പതിറ്റാണ്ടുകളായുള്ള ആവശ്യം ഭരണകൂടം ഇതുവരേക്കും പരിഗണിച്ചിട്ടില്ല. 90% പ്രവാസികൾക്കും വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയാറില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അവധി തരപ്പെടുത്തി നാട്ടിലെത്തി ജനാധിപത്യ അവകാശം നിർവഹിക്കാൻ നിർബന്ധിതരാവുന്ന പ്രവാസികൾക്കു പോലും അവസരം നിഷേധിക്കുന്ന തരത്തിൽ കേരളത്തിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണ പ്രക്രിയ പ്രവാസികളുടെ വോട്ടവകാശം നിഷേധിക്കുന്നതാകരുതെന്ന് ഇന്ത്യൻ കൾച്ചറൽ ഫൌണ്ടേഷൻ കുവൈത്ത് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച സമയപരിധി നീട്ടണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. വോട്ടർ പട്ടികയിൽ ഇപ്പോൾ വെറും 90,000 പ്രവാസികൾക്കാണ് പേര് ഉൾപ്പെട്ടിട്ടുള്ളതെന്നും 21 ലക്ഷത്തിലധികം പേർ പട്ടികയ്ക്ക് പുറത്താണെന്നും ICF അറിയിച്ചു. BLO പരിശോധനയും രേഖാനിബന്ധനകളും മൂലം ഭൂരിഭാഗം പ്രവാസികൾക്ക് പേരുൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. അഴിമതിക്കെതിരെ നടപടി ശക്തമാക്കി സൗദി അറേബ്യ. ഒക്ടോബറിൽ നടത്തിയ പരിശോധനയിൽ 100 സർക്കാർ ഉദ്യോഗസ്ഥർ അറസ്റ്റിലായി. 478 ജീവനക്കാർക്കെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തരം, മുനിസിപ്പാലിറ്റി ആൻഡ് ഹൌസിംഗ്, വിദ്യാഭ്യാസം, ആരോഗ്യം, മാനവ വിഭവശേഷി, സാമൂഹിക വികസനം എന്നീ മന്ത്രാലയങ്ങളിലെ ജീവനക്കാരാണ് അന്വേഷണം നേരിടുന്നത്. 5000-ഓളം പരിശോധനകൾ ഒരു മാസത്തിനകം പൂർത്തിയാക്കി. അറസ്റ്റിലായവരിൽ ചിലരെ ജാമ്യത്തിൽ വിട്ടയച്ചതായും അതോറിറ്റി അറിയിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് തിങ്കളാഴ്ച സ്പെയിനിലേക്ക് പുറപ്പെടും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണം വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സുൽത്താന്റെ സന്ദർശനം. രാഷ്ട്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വിവിധ മേഖലകളിലെ സഹകരണം ചർച്ചയാകും.
സൗദിയിൽ 10-12 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കാൻ മീഡിയ വൺ ഒരുക്കുന്ന മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന് ഈ മാസം തുടക്കമാകും. റിയാദ്, ദമാം, ജിദ്ദ എന്നിവിടങ്ങളിലെ ലുലു വേദികളിലാണ് വിദ്യാർത്ഥികളെ ആദരിക്കുക. ഈ മാസം 10 രജിസ്ട്രേഷൻ അവസാനിപ്പിക്കും. നാട്ടിൽ നിന്ന് തിരിച്ചെത്താനാകാത്ത ജേതാക്കളുടെ പ്രതിനിധികൾക്കും പുരസ്കാരം ഏറ്റുവാങ്ങാം. മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികളെ ആദരിക്കാൻ മീഡിയ വൺ തുടക്കം കുറിച്ച മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ പുതിയ എഡിഷനാണ് സൗദിയിൽ പ്രഖ്യാപിച്ചത്. 10-12 പരീക്ഷകളിൽ 90% മാർക്കോ അല്ലെങ്കിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ഉള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. mabruk.mediaoneonline.com എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. നവംബർ 14 ദമാം ലുലു മാളാണ് ആദ്യ വേദി. നവംബർ 15 റിയാദിലെ മലസ് ലുലു ഹൈപ്പർ മാർക്കറ്റും വേദിയാകും. നവംബർ 21 ജിദ്ദയിൽ ബാഗ്ദാദിയ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് വേദി. മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ 3ാം എഡിഷനാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. സൗദി അറേബ്യയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറെ വിജയകരമായി പൂർത്തിയാക്കിയ മബ്രൂക്കിന്റെ ഈ വർഷത്തെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. അതിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിദ്ദയിലും റിയാദിലും ദമാമിലും ഈ പരിപാടി വളരെ ആസൂത്രിതമായി വളരെ വിജയകരമായി നടക്കും. രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി അക്കാദമിക പ്രോത്സാഹനം നൽകുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ ഭാവിയിലേക്ക് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് മബ്രൂക്കിനെ മീഡിയ വൺ കാണുന്നത്. ഓരോ ഇടത്തെയും വേദിയിൽ വെച്ച് പ്രമുഖർ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും മബ്രൂക്ക് മൊമെന്റോയും സമ്മാനിക്കും. പഠനത്തിനായി നാട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പ്രതിനിധികളെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ചുമതലപ്പെടുത്താം. ഈ മാസം നവംബർ 10 രജിസ്ട്രേഷൻ അവസാനിക്കും. 3 ഇടങ്ങളിലും വൈകിട്ട് 6 മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന് തുടക്കമാവുക. മീഡിയ വൺ, റിയാദ്. മരുഭൂമി കൃഷിഭൂമിയാക്കാൻ കർഷകരെ സഹായിക്കുന്ന ആപ്പ് വികസിപ്പിച്ച 4 മലയാളി വിദ്യാർത്ഥികൾക്ക് UAEയിൽ പുരസ്കാരം. റാസൽ ഖൈമ സ്റ്റില്ലിംഗ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന യൂത്ത് ഗ്രീൻ ടൈറ്റൻസ് ചാമ്പ്യൻഷിപ്പിലാണ് ഇവർ വികസിപ്പിച്ച ആഗ്രോ ബേസ് എന്ന ആപ്പ് 1ാം സ്ഥാനം നേടിയത്. ഷാർജ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളായ അറഫ ഷാക്കിർ മൻസൂർ, നൂർ അൽ ഹയ, ഹിബ അഫ്രീൻ, അമിന ഫാത്തിമ എന്നിവരാണ് യൂത്ത് ഗ്രീൻ ടൈറ്റൻസ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇവർ തയ്യാറാക്കിയ അഗ്രോ ബേസ് എന്ന ആപ്പിനാണ് പുരസ്കാരം. കാർഷിക മാലിന്യങ്ങൾ ഉപയോഗിച്ച് മരുഭൂമിയെ കൃഷിഭൂമിയാക്കാൻ ഇവരുടെ ആപ്പ് കർഷകരെ സഹായിക്കും. AI സഹായത്തോടെ മണ്ണിന് ചേർന്ന വളങ്ങളും വിളകളും ആപ്പ് നിർദ്ദേശിക്കും. അപ്പം ഇതാണ് നമ്മൾ ആപ്പ് അഗ്രോ ബേസ്. ഇത് നോർമലി UAE ലോക്കൽ കൾട്ടിവേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു ആപ്പായത്. 5000 ദിർഹമാണ് ചാമ്പ്യന്മാർക്കുള്ള സമ്മാനത്തുക. 35 സ്കൂളുകൾ മാറ്റുരച്ച മത്സരത്തിൽ ജേതാക്കൾക്ക് ക്യാഷ് അവാർഡിന് പുറമെ സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റുകളും കൈമാറി. മീഡിയ വൺ, റാസൽ ഹൈമ. മസ്കത്തിൽ നടന്ന ഏഷ്യൻ അറാബിക് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായി ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല. ഖത്തർ ഡിബേറ്റിന് കീഴിൽ ഒമാനിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ദാറുൽ ഹുദ ടീം ജേതാക്കളായത്. ടീം അംഗങ്ങളായ ഫഹ്മീദ് ഖാനും മുഹമ്മദ് ഷക്കീബും ബെസ്റ്റ് ഡിബേറ്റേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടു. 18 രാജ്യങ്ങളിൽ നിന്നും 40ഓളം ടീമുകൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ദാറുൽ ഹുദയുടെ 2 ടീമുകളാണ് പങ്കെടുത്തത്. ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികളായ ഫഹ്മീദ് ഖാൻ അഞ്ചിച്ചിവിടി, മുഹമ്മദ് ഷക്കീബ് ചേലാമ്പ്ര, അബ്ദുൽ മുഹൈമീൻ വെള്ളില, മുഹമ്മദ് കണ്ണാടിപ്പറമ്പ് എന്നിവരാണ് പങ്കെടുത്തത്. ദാറുൽ ഹുദയുടെ തന്നെ സഹസ്ഥാപനമായ സെബീലുൽ ഹിദായ അറബിക് കോളേജിനെ പ്രതിനിധീകരിച്ച് ഡിഗ്രി വിദ്യാർത്ഥികളായ റിഫാത്ത്, മുഹദ്ദിസിൻ സിനാൻ, തെൻസീഖ്, ലബീബ് എന്നിവരും പങ്കെടുത്തു. ഇന്തോനേഷ്യയിലെ ചെണ്ടയ്ക്ക മുസ്ലിം യൂണിവേഴ്സിറ്റിയെ മറികടന്നാണ് ദാറുൽ ഹുദയുടെ ചരിത്ര നേട്ടം. പാകിസ്ഥാനിലെ ബിനോരിയ യൂണിവേഴ്സിറ്റിയായിരുന്നു സെമി ഫൈനലിൽ ദാറുൽ ഹുദയുടെ എതിരാളികൾ. ലബനൻ ആർട്സ് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റി, ഖത്തറിലെ ലുസൈൽ യൂണിവേഴ്സിറ്റി, തായ്ലൻഡ്, ഒമാൻ, മലേഷ്യ തുടങ്ങിയ ടീമുകളെ മറികടന്നായിരുന്നു സെമി ഫൈനലിലേക്കുള്ള പ്രവേശനം. ഫഹ്മീദ് ഖാനും മുഹമ്മദ് ഷക്കീബും ബെസ്റ്റ് ഡിബേറ്റേഴ്സായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ വൺ, മസ്കത്ത്. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം ഖിഫ് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. നവംബർ 14 ടൂർണമെന്റിന് തുടക്കമാകും. ഖിഫിന്റെ 16ാം സീസണാണ് ഇത്തവണത്തേത്. ദോഹ ഷെറാട്ടൺ ഹോട്ടലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു കിഫ് ലോഗോ ലോഞ്ചിങ്. സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, കിഫ് പ്രസിഡന്റ് ഷറഫ് പി ഹമീദ്, ഭാരവാഹികളായ മുഹമ്മദ് ഷാനവാസ്, സാബിത് ഷഹീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
ഖത്തറിലെ വ്യാപാര വാണിജ്യ പ്രമുഖരും സന്നിഹിതരായിരുന്നു. ദോഹ സ്റ്റേഡിയത്തിലാണ് ഖിഫ് അന്തർജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിലെ ഫൈനൽ ഒഴികെയുള്ള ആവേശ പോരാട്ടങ്ങൾ. ഡിസംബർ 19 നടക്കുന്ന കലാശപ്പോരിന് അൽ അഹ്ലി സ്റ്റേഡിയം വേദിയാകും. ആകെ 8 ടീമുകൾ ടൂർണമെന്റിൽ ബൂട്ടുകെട്ടും. KMCC മലപ്പുറമാണ് നിലവിലെ ചാമ്പ്യന്മാർ. മീഡിയ 1 ദോഹ. ഫ്ലെക്സ് പ്രോ ബാഡ്മിന്റൺ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഈ മാസം 16 ദുബൈയിൽ ആരംഭിക്കും. 3-ാം സീസണിന്റെ ട്രോഫി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അനാച്ഛാദനം ചെയ്തു. ഇത്തവണ 6 ഫ്രാഞ്ചൈസി ടീമുകളിലായി 240 ബാഡ്മിന്റൺ താരങ്ങൾ ലീഗിൽ മാറ്റുരയ്ക്കും. ലേലത്തിലൂടെയാണ് ടീമുകൾ താരങ്ങളെ തെരഞ്ഞെടുക്കുക. എൻഗേജ് സ്പോർട്സ് അരീനയിൽ ഈ മാസം 23 വരെയാണ് മത്സരങ്ങൾ. അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ സ്പോർട്സ് കമ്മ്യൂണിറ്റിയാണ് BPLന്റെ സംഘാടകർ. സ്ഥാപകൻ ജമാൽ ബക്കർ ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏഷ്യൻ ചാലഞ്ച് ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെസ്റ്റ് ഏഷ്യൻ മേഖലയിലെ ക്വാർട്ടർ ഫൈനലിലേക്ക് കുവൈറ്റ് ക്ലബ്ബ് പ്രവേശിച്ചു. ബംഗ്ലാദേശ് ക്ലബ്ബായ ബഷന്തര കിങ്സിനെ 2-0 തോൽപ്പിച്ചാണ് കുവൈറ്റ് ക്ലബ്ബ് വിജയം സ്വന്തമാക്കിയത്. ഈ വിജയത്തോടെ കുവൈറ്റ് ക്ലബ്ബ് 7 പോയിന്റുമായി ഗ്രൂപ്പ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. മധ്യനിരയും പ്രതിരോധവും മികച്ച ഏകോപനത്തോടെ പ്രവർത്തിച്ചതോടെ ബഷന്തര കിങ്സിന് അവസരങ്ങൾ പരിമിതമായി. UN ചാർട്ടറിന്റെയും മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെയും തത്വങ്ങളോടും ലക്ഷ്യങ്ങളോടുമുള്ള പ്രതിബദ്ധതയെ ആവർത്തിച്ചു കുവൈറ്റ്. മനുഷ്യാവകാശ കൌൺസിലിന്റെ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള UN ജനറൽ അസംബ്ലിയുടെ പ്രത്യേക സെഷനിൽ സംസാരിക്കുകയായിരുന്നു കുവൈറ്റ് പ്രതിനിധി വാഫിക അൽമുല്ല. കുട്ടികൾ, സ്ത്രീകൾ, വികലാംഗർ എന്നിവരുടെ അവകാശ സംരക്ഷണത്തിന് കുവൈത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതായി അൽമുല്ല വ്യക്തമാക്കി. മലപ്പുറം തിരൂരിൽ ബിരിയാണി പ്രേമികളുടെ വയറും മനസ്സും നിറയ്ക്കുന്ന ഒരു ഹോട്ടലുണ്ട്. നടുവിലങ്ങാടി സ്വദേശി അബ്ദുറഹ്മാന്റെ പ്രവാസി ഹോട്ടൽ തേടി നിരവധി പേരാണ് എത്തുന്നത്. പതിറ്റാണ്ടുകളുടെ പ്രവാസ ജീവിതത്തിനു ശേഷം കോവിഡ് കാലത്താണ് അബ്ദുറഹ്മാൻ നാട്ടിൽ തിരിച്ചെത്തിയത്. പേര് പ്രവാസി ഹോട്ടൽ. 30 വർഷത്തെ പ്രവാസി ജീവിതത്തിനു ശേഷം നാട്ടിലെത്തിയ അബ്ദുറഹ്മാൻ തുടങ്ങിയ സംരംഭം ബിരിയാണിക്കടയും ചായക്കടയും ഒരുമിച്ചാണ് നടത്തുന്നത്. 2 പീടിക റൂമുകളിലുള്ള കടയിൽ 17 പേർക്കാണ് അബ്ദുറഹ്മാൻ തൊഴിൽ നൽകുന്നത്. അതിൽ 4 മക്കൾ ഇവിടെ ഉണ്ട്. 4 മക്കൾ, പിന്നെ പണിക്കാർ, നമ്മളെ സ്നേഹിതന്മാരെല്ലാം കൂടി തുടങ്ങി. ആദ്യം ഒരു റൂം വരുന്നത്, അൽഹംദുലില്ലാ 3 റൂമായി, പിന്നെ കിച്ചണായി. അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാത്തൊരു ജോലി. അന്നും ഇന്നും അതേ ഞാൻ കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്. വെള്ളിയാഴ്ച ദിനവും കൂടുതലുണ്ടാവും, പക്ഷെ നമ്മൾ സീറ്റ് അറേഞ്ച്മെന്റ് ഒന്നും ലെവലായിട്ടില്ല. തിരൂരിനടുത്ത് നടുവിലങ്ങാടിയിലാണ് അബ്ദുറഹ്മാനിക്കയുടെ ഈ പ്രവാസി ഹോട്ടൽ. കല്യാണ സൽക്കാര പരിപാടികളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഇദ്ദേഹം. ബിരിയാണിയുടെ രുചിയറിഞ്ഞ വിവിധയിടങ്ങളിൽ നിന്നും ഈ ഹോട്ടലിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. 1987 സൗദിയിലെത്തിയ അബ്ദുറഹ്മാൻ 10 വർഷത്തിനു ശേഷം UAEയിലെത്തി. പിന്നീട് 20 വർഷത്തോളം UAEയിലായിരുന്നു. 30 വർഷത്തോളം പ്രവാസിയായിരുന്നിട്ടും അബ്ദുറഹ്മാന് കാര്യമായി ഒന്നും സമ്പാദിക്കാനായില്ല. നമ്മൾ കുഴപ്പമില്ലാതെ നമ്മൾ ജോലിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയ നല്ല സുഖമായിരുന്നു എനിക്ക്. പിന്നെ കൂടുതൽ നാട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹത്താണ് വന്നു. സമ്പാദിച്ചിട്ടില്ല, പക്ഷെ നമ്മളെ കുടുംബങ്ങൾ കണ്ട് മുന്നോട്ട് പോയ ഒരു വീടുണ്ടാക്കി വേറൊന്നുമില്ല, സമ്പാദ്യമായിട്ടൊന്നുമില്ല. നാട്ടിലെത്തി ഹോട്ടൽ തുടങ്ങിയപ്പോൾ അബ്ദുറഹ്മാനിക്കയുടെ ഭക്ഷണത്തിന്റെ രുചി നാട്ടുകാർക്ക് വല്ലാതെ ബോധിച്ചു. ഭക്ഷണത്തിനായി കാത്തിരിക്കേണ്ട അവസ്ഥയായി. അടിപൊളി ബിരിയാണി. കാരണം പിന്നെ ഇവിടെ നല്ല അത്യാവശ്യം വെള്ളിയാഴ്ചയൊക്കെ നല്ല കച്ചവടമാണ്. കാരണം വെച്ചാൽ മറ്റുള്ള ദിവസങ്ങളുടെ മാതിരിയല്ല, ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട്. നല്ല അടിപൊളി കുട്ടൻ ബിരിയാണി ഒക്കെ സ്പെഷ്യലാണ്. ബിരിയാണി സൂപ്പറാണ്, നല്ല ബിരിയാണിയാണ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇവിടുന്ന് കഴിക്കും. കട വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അബ്ദുറഹ്മാൻ. സമീപ പ്രദേശത്തായി മറ്റൊരു കടയും തുടങ്ങാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ഇനിയും നിരവധി പേർക്ക് തൊഴിൽ നൽകാനാകുമെന്നാണ് അബ്ദുറഹ്മാൻ പറയുന്നത്. ഭാര്യയും 5 മക്കളും അടങ്ങുന്നതാണ് അബ്ദുറഹ്മാന്റെ കുടുംബം. മീഡിയ 1 തിരൂർ. ഈസ്റ്റ് നെറ്റ്വർക്കിൽ ഇടം പിടിച്ചു. സൗദി സാംസ്കാരിക മന്ത്രി പ്രിൻസ് ബദർ ബിൻ അബ്ദുള്ള ബിൻ ഫർഹാനാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. റിയാദ് ഡിസൈൻ വിഭാഗത്തിലും മദീന കുലിനറി ആർട്സ് വിഭാഗത്തിലുമാണ് അംഗീകാരം നേടിയത്. ലോകത്തിലെ ഏറ്റവും സർഗാത്മകവും നൂതനവുമായ നഗരങ്ങളുടെ കൂട്ടത്തിൽ സൗദിയുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്ന നേട്ടമാണ് ഇത്. ഖത്തർ ബോട്ട് ഷോയുടെ 2ാം പതിപ്പിനൊരുങ്ങി ഓൾഡ് ദോഹ പോർട്ട്. നവംബർ 5 മുതൽ 8 വരെയാണ് ഷോ. ലോകമെങ്ങുമുള്ള കടൽ വിനോദ വ്യവസായ മേഖലയിലെ വമ്പന്മാരെല്ലാം ദോഹയിൽ ഒന്നിച്ച വേദിയായിരുന്നു പ്രഥമ ബോട്ട് ഷോ. ഒരു ദിവസത്തെ ടിക്കറ്റിന് 50 റിയാലാണ് നിരക്ക്. നവംബർ 5 മുതൽ 8 വരെയുള്ള എല്ലാ ദിവസത്തെയും പാസിന് 160 റിയാലാണ് നൽകേണ്ടത്.
ഷാർജയിലും ദുബൈയിലും ഡെലിവറി ബൈക്കുകൾ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് റോഡിലെ ലൈൻ സംബന്ധിച്ച പുതിയ നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. റോഡപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റൈഡർമാരുടെയും മറ്റ് വാഹനയാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇരുചക്ര വാഹനങ്ങൾ സ്പീഡ് ലൈനുകളിൽ പ്രവേശിക്കരുത്. പ്രമുഖ ഭക്ഷ്യോൽപ്പന്ന ബ്രാൻഡായ ചിക്കിംഗ് ഇനി പുണ്യഭൂമിയായ മക്കയിലും. വിശുദ്ധ ഹറമിന് സമീപം ക്ലോക്ക് ടവറിന്റെ താഴെ നിലയിലാണ് ചിക്കിംഗ് ബ്രാഞ്ച് തുറന്നത്. സ്പോൺസർ സാക്കി റിഹാലി അൽ ഹാർബിയും ചിക്കിംഗ് സ്ഥാപകനും MD-യുമായ AK മൻസൂറും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൽ അസീസ് ഒതുക്കുങ്കൽ, അഷ്റഫ് തിരൂർ എന്നിവരും സന്നിഹിതരായിരുന്നു.